CPM-ന് ഏതായാലും പരാജയ ഭീതി തുടങ്ങിയിരിക്കുകയാണോ എന്നാണ് പുതിയ ചോദ്യം. കാരണം നിരന്തരമായി ഡീൽ ആരോപണം ഉന്നയിച്ച് CPM-ന്റെ പ്രമുഖ നേതാക്കന്മാർ രംഗത്ത് വരികയാണ്. ഇപ്പോൾ ഇതാ BJP കോൺഗ്രസ് ഡീൽ ആരോപിച്ച് MV ഗോവിന്ദൻ. കോഹ്ലി ബി സഖ്യത്തിന്റെ അതേ മണ്ണിലാണ് BJP കോൺഗ്രസ് ഡീലെന്നും നേതൃത്വം നൽകിയത് ഷാഫി പറമ്പിലെന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ UDF-നെയും BJP-യെ രൂക്ഷമായി വിമർശിച്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സംസ്ഥാനത്ത് UDF ഭരണത്തിലെത്തില്ലെന്നും UDF-ലെ തർക്കങ്ങൾ മെയ് 4-ഓടെ അവസാനിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. UDF ഉന്നയിച്ച BJP ഡീലിന്റെ നിജസ്ഥിതി പുറത്തുവന്ന് തുടങ്ങിയെന്നും നാദാപുരം വടകര മണ്ഡലങ്ങളിൽ BJP UDF-ന് വോട്ട് മറിച്ചുവെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. ഇതുമായി ബന്ധപ്പെട്ട സംഘടനാ നേതാക്കളെ പുറത്താക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോഹ്ലി ബി സഖ്യത്തിന്റെ കോൺഗ്രസ് മുസ്ലിം ലീഗ് BJP സഖ്യത്തിന്റെ അതേ പാതയിലാണ് BJP കോൺഗ്രസ് ഡീലെന്നും ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലാണ് ഡീൽ നടന്നതെന്നും ഗോവിന്ദൻ ആരോപിച്ചു. സംഘർഷങ്ങൾ സൃഷ്ടിക്കാനും ഇടത് പ്രവർത്തകരെ ആക്രമിക്കാനും ശ്രമമുണ്ടെന്നും പ്രകോപനങ്ങളെ ജാഗ്രതയോടെ കാണണമെന്ന് പ്രവർത്തകരോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. പോലീസിനെതിരായ ആക്രമണങ്ങളിലും BJP പ്രവർത്തകരുടെ പങ്കുണ്ടെന്ന് ആരോപിച്ച ഗോവിന്ദൻ TP സെൻകുമാറും R ശ്രീലേഖയും ഇതിന് നേതൃത്വം നൽകുന്നുവെന്നും ആരോപിച്ചു. അതേസമയം നിതിൻ രാജിന്റെ ആത്മഹത്യ ഗൗരവകരമാണെന്നും ജാതീയത സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുവെന്നതിന് ഇത് തെളിവാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. നന്ദഗോവിന്ദം ഭജൻസിനെതിരായ ആക്രമണത്തിലും CPM സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചു. കേരളം കൊണ്ടു നടക്കുന്ന മതസൗഹാർദ്ദത്തിന്റെ വിവിധ രൂപങ്ങൾ നാം കണ്ടിട്ടുണ്ട്. അത് വെട്ടിമാറ്റാനുള്ള നീക്കമാണ് ഇത്തരം ശക്തികൾ ചെയ്യുന്നതെന്നും മതസൗഹാർദ്ദം ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കമാണിതെന്നും അദ്ദേഹം വിമർശിച്ചു.